ഈ ക്യൂബ് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയാണ്, ചെറിയ ടിപ്സ് മാത്രമേ ഉള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് ഇത് ചെയ്യാൻ. അപ്പോൾ എന്തിനാണെങ്കിലും ഫസ്റ്റ് ശ്രദ്ധിക്കുക, ഈ ഈ യെല്ലോൻ്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റ് ആയിരിക്കും. അതുപോലെ ഈ ഗ്രീനിൻ്റെ നേരെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും. അപ്പോൾ ഏത് പാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പറയുന്ന സ്റ്റെപ്സ് ക്ലിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളത് കാണാപ്പാടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പിന്നെ ഫാസ്റ്റായിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തിനാണെങ്കിലും നോക്കുക, കറക്റ്റ് ചെയ്യേണ്ടിട്ടാ. ഈ യെല്ലോൻ്റെ ഈ പോയിൻ്റ് ഇതിലെല്ലാത്തിനും വൈറ്റ് എത്തിക്കണം. അതാണ് നമ്മളെ ഫസ്റ്റ് പണി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് എവിടെയൊക്കെ ഉണ്ട് നോക്കുക, എന്നിട്ട് അതൊക്കെ ഒന്ന് റൊട്ടേഷൻ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടേക്ക് വൈറ്റ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓറഞ്ച് ഉണ്ട്, ഇവിടെയാണ് ഒരു വൈറ്റ് ഉള്ളത്. അത് നമ്മൾ തിരിച്ച് റൊട്ടേഷൻ ചെയ്തിട്ട് നമ്മളത് ഇങ്ങോട്ടൊക്കെ എത്തിക്കണം. അപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ആയില്ലേ, അപ്പോൾ ആ ഒരു വൈറ്റ് അവിടെ എത്തി. ഇനി ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അപ്പോൾ അത് നേരെ റൊട്ടേഷൻ ചെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ എത്തിച്ച്. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ആയില്ലേ. അതേപോലെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അത് നേരെ റൊട്ടേഷൻ ചെയ്യുക. റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാക്കുക, നേരെ ഇങ്ങോട്ട് വൈറ്റ്. ഇവിടെയും വൈറ്റ്. ഈ ഒരു വൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടെ ഉണ്ട് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നമ്മളത് മാത്രം ഒന്ന് ക്ലിയർ ആക്കിയിടാം. ഓക്കെ, ഇനി ഇവിടെ ഒരു വൈറ്റ് എത്തിക്കണം. അപ്പോൾ വൈറ്റ് ഇവിടെ ആണുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ആയില്ലേ. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലായിടത്തും വൈറ്റായി. ഈ ബ്ലൂവിൻ്റെ സെൻറ്ററത്ത് നോക്കണം. അതായത് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തിട്ട് ആ ബ്ലൂവിനോട് ഈ ബ്ലൂവിനെ മാച്ചാക്കിയതിന് ശേഷം അത് നേരെ ഓപ്പോസിറ്റ് താഴോട്ട് തിരിക്കുക. അതേപോലെ ഈ റെഡും മാച്ചല്ലേ, ഈ റെഡും മാച്ചാണ്. അപ്പോൾ അത് നേരെ താഴോട്ട് റൊട്ടേഷൻ ചെയ്യുക. ഈ ഓറഞ്ച്, അപ്പോൾ ഈ ഓറഞ്ചിനോട് ഓറഞ്ച് മാച്ചാക്കുക. ഓക്കെ, എന്നിട്ട് നേരെ താഴോട്ട് റൊട്ടേഷൻ ചെയ്യാം. ഈ ഗ്രീനോട് ഈ സെൻറ്ററത്തെ പോയിൻ്റ് അതേപോലെ ഗ്രീനും മാച്ചാക്കുക. എന്നിട്ട് അത് നേരെ താഴോട്ട് റൊട്ടേഷൻ ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഇവിടെ ഈ പ്ലസ് ആയി കിട്ടി, ഇവിടെ വൈറ്റ് ഈ പ്ലസ് ആയി കിട്ടി നമുക്ക്. പിന്നെ അത് നോക്കുക, ഇതൊക്കെ കറക്റ്റാണോ നോക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ചെയ്ത സ്റ്റെപ്പ് ക്ലിയർ ആണ്. നമുക്ക് ഈ കോർണറാണ് നമുക്ക് വൈറ്റ് ക്ലിയർ ആക്കേണ്ടത്. അപ്പോൾ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരാൻ പാടില്ല. ഇവിടെ ബ്ലൂവും ഇവിടെ ഓറഞ്ചാണ് വരേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഓരോ പോയിൻ്റ് നോക്കാം, വൈറ്റ് എവിടെയൊക്കെ ഉണ്ട്, ഏതൊക്കെ പൊസിഷനിലാണ് കിടക്കുന്നതെന്നൊക്കെ നോക്കി ക്ലിയർ ചെയ്യാം. എന്നിട്ട് വേണം നമുക്കത് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോക്കിയിട്ട് ഞാൻ പറയുന്നത് പോലെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ബ്ലൂ ഇവിടെ ഓറഞ്ചാണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ബ്ലൂവും ഓറഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ബ്ലൂ ഓറഞ്ച്. അപ്പോൾ ഈ ബ്ലൂ ഈ ഓറഞ്ച്, അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ വൈറ്റ് ഇവിടെ എത്തണം, ബ്ലൂ ഇവിടെ എത്തണം, ഇവിടെ ഓറഞ്ച് എത്തണം. അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്സ് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ശരിക്കുക. ഈ ബ്ലൂ നേരെ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിനോടത്തത് ഇങ്ങോട്ട് ക്ലിയർ ആയി. കണ്ടോ, ഇവിടെ ഓറഞ്ച് ഇവിടെ ബ്ലൂ ആയി, ക്ലിയർ ആയില്ലേ. പിന്നെ അതേപോലെ തന്നെ ഇനി ഇവിടെ വരേണ്ടത് ഓറഞ്ച്, ഇവിടെ ഗ്രീനാണ് വരേണ്ടത്. അപ്പോൾ ഓറഞ്ച് ഗ്രീനുള്ള വൈറ്റ് എവിടെയാണ് തപ്പി കണ്ടുപിടിക്കണം നമ്മൾ. ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നേരെ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ടാണ് കയറ്റേണ്ടത്. അപ്പോൾ അങ്ങോട്ട് കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇത് ഇങ്ങോട്ട് തിരിക്കണം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ടേക്ക് തിരിക്കണം. ഇവിടെ ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇതും ക്ലിയറായി. ഇവിടെ ഓറഞ്ച്, ഇവിടെ ബ്ലൂ ക്ലിയറായി. ഈ രണ്ട് കോർണറാണ് ക്ലിയർ ആക്കാനുള്ളത്. അത് നമുക്ക് ഇനി ഇവിടെ വേണ്ടത് റെഡ് ഇതാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെയല്ലേ. അപ്പോൾ ഇനി ഇത് ക്ലിയർ ആക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ അതും ക്ലിയറായി. ഇനി അതേപോലെ ഇവിടുത്തെ യെല്ലോടെ ഇവിടെ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റൊട്ടേഷൻ ചെയ്യുക. ഓക്കെ, അതായത് ഇങ്ങോട്ട് എടുക്കുക, ഇവിടെ റൊട്ടേഷൻ ചെയ്യുക, ഇങ്ങോട്ട് എടുക്കുക. ഇതിപ്പോൾ ഏകദേശം റെഡി ആയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇവിടെ ഇട്ടിട്ട് ഇതിങ്ങോട്ട് ഇടുക, ഇതിപ്പോൾ ഇങ്ങോട്ട് ഇടുക. അപ്പോൾ വൈറ്റ് ക്ലിയർ ആയില്ലേ, ഇത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ നോക്കേണ്ടത് ഇതൊക്കെ ടീ ആയിക്കണമെന്ന് നോക്കണം. ടീ ആണ്, ഇവിടെയും ടീ ആണ്. അപ്പോൾ ഇതുവരെ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്ലിയർ ആക്കാനുള്ളത് ഇങ്ങനെയുള്ള ഓരോ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത് ഈ ഗ്രീനോട് മാച്ചാണ് രൂപത്തിൽ വെക്കുക. അപ്പോൾ ഈ ഗ്രീൻ്റെ ഓറഞ്ച് ഈ സൈഡിലോട്ട് എത്തണം, അതായത് ഇങ്ങോട്ട് എത്തണം. അതിന് നമുക്ക് ചെയ്യേണ്ട ഒരു അൽക്കുരുത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ആവും. യു റൈറ്റ് ഉണ്ടല്ലേ. നമ്മളിപ്പോൾ ടോപ്പ് ടു റൈറ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
ഇത് മേലോട്ട് എത്തിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യണം, ഇവിടെ ഒരു ഭാഗം ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ബ്ലൂ ഓറഞ്ച്, അപ്പോൾ ബ്ലൂ ഓറഞ്ചും ബ്ലൂവിനോട് മാച്ചാക്കി നിർത്തുക. അപ്പോൾ ഇനി ടോപ്പ് ടു ലെഫ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്, ടോപ്പ് ടു ലെഫ്റ്റ് ഇപ്പോൾ നമ്മൾ ക്ലിയർ ആയത്. ഓക്കെ, ഇനി അതേപോലെ ഈ 2 പാർട്ടും കൂടി ചെയ്യാനുണ്ട്. ഈ 2 പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ആദ്യം ടോപ്പിലെത്തിക്കണം. കാരണം ഈ രണ്ടും ഇത് മാറ്റിയിട്ടാണ് ഇവിടെ തിരിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ഓപ്പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. അതിന് നമുക്ക് ഇവിടെ റെഡ് ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ റെഡും ബ്ലൂ ഉണ്ട്, അത് ടോപ്പ് ടു ലെഫ്റ്റാണ് വരുന്നത്. ടോപ്പ് ടു ലെഫ്റ്റ് വരുന്ന പറയുമ്പോൾ യു ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ് ആൻഡ് യു ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ് ആൻഡ് ഫേസ് ക്ലോക്ക് വൈസ് ആൻഡ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോപ്പിലേക്ക് എത്തിക്കണം. ആ ടോപ്പിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് റൈറ്റോ ലെഫ്റ്റോ ഏത് ഭാഗം പിടിച്ചാലും കുഴപ്പമില്ല, നമുക്കത് ചെയ്യാതെ ഇത് ടോപ്പിലേക്ക് എത്തിക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് ഇങ്ങോട്ടേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. സോറി, ടോപ്പ് ടു റൈറ്റ് അല്ലേ, ടോപ്പ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ ലെഫ്റ്റ് കണ്ടാ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ആ റെഡും ഗ്രീനും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് നമ്മൾ ലെവലാക്കണം. അപ്പോൾ അതിനുള്ള മാർഗ്ഗമാണ് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ ക്യൂബ് കുറച്ച് ടൈറ്റാണ്, അതുകൊണ്ടിട്ടാണ് ആ ഒരു സീൻ. ഇപ്പോൾ അതും ക്ലിയറായി. ഓക്കെ, ഇപ്പോൾ വൈറ്റും ക്ലിയറായി, ഈ 2 ലെയറും ക്ലിയറായി. ഓക്കെ, ഇനിയുള്ളത് ഈ യെല്ലോ പ്ലസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു അൽഗോരിതം ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കി നിങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാം. ഓക്കെ, അത് ശരിയാവുന്നത് വരെ നമുക്ക് ഈ ഒരൊറ്റ അൽഗോരിതമാണ് ചെയ്യാനുള്ളത്. അത് ചെയ്ത് വരുമ്പോൾ പ്ലസ് എപ്പോഴാണോ ആവുന്നത് അതുവരെ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ചിലപ്പോൾ 1 or 2 തവണ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പ്ലസ് ആവുന്നത് വരെ എല്ലാവരും അത് ചെയ്യാം. പ്ലസ് ആയി കഴിഞ്ഞാലേ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് അയച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരണം കേട്ടോ. എന്താണെങ്കിലും അതിനൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും ഇപ്പം വേണമെങ്കിലും മെസ്സേജ് അയക്കാം. ഓക്കെ, പ്ലസ്സായി. ഇത് നിങ്ങൾ ഒന്നും നോക്കണ്ട, കാരണം ഞാൻ ആ വീഡിയോ ഒന്നിൻ്റെയൊക്കെ ഡിലീറ്റായി പോയതിൻ്റെ കാരണത്താലാണ് ഞാൻ ആ വീഡിയോ വീണ്ടും പ്ലസ് ചെയ്യുന്ന രൂപത്തിലെടുത്തത്. എനിക്ക് ഫസ്റ്റ് കിട്ടിയ പ്ലസ് ഇതാണ്. അത് പ്ലസ് എങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല, അത് അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ക്ലിയർ ഔട്ടാണ്, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. ഇനി ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന അൽഗോരിതം കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഒരു ചിഹ്നം കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും. ഒരു ഫിഷിൻ്റെ ചിഹ്നമാണ്. ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട 2 വാലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹെഡും ആ ഒരു ഫിഷിൻ്റെ ഒരു ചിഹ്നം കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൈറ്റ് സൈഡ് നേരെ ആ കോർണർ ഉണ്ടല്ലോ വാലിൻ്റെ ഭാഗം, അത് നേരെ റൈറ്റ് സൈഡിലേക്ക് ആക്കി പിടിക്കുക. നമ്മളെ റൈറ്റ് സൈഡിൽ എന്നിട്ട് ഈ അൽഗോരിതം കൂടി കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ യെല്ലോ ഫിനിഷ് ആവും. ഓക്കെ, അപ്പോൾ യെല്ലോ ഫിനിഷ് ചെയ്ത് വൈറ്റും ഫിനിഷ് ചെയ്ത് 2 ലെയറും ഫിനിഷായി. ഇനി നമുക്ക് മേലെ ചെയ്യാനുള്ള ഭാഗം, മേലെ ടോപ്പിൽ ഒരൊറ്റ ലെയർ മാത്രമാണ് ക്ലിയർ ആയിട്ട്. ഇനി യെല്ലോ നിങ്ങൾ നോക്കണ്ട, അതുപോലെ തന്നെ വൈറ്റും ബാക്കിയുള്ളതും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടോപ്പ് ഭാഗം ഇതേപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ക്ലിയർ ആക്കി വെക്കുക. ഒരു യു ഷേപ്പിൽ ഏറ്റവും കൂടുതൽ ഫിനിഷായ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം മാറ്റി വെച്ചതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് പിടിക്കുക. എന്നിട്ട് ഞാനീ പറയുന്ന അൽഗോരിതം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ അൽഗോരിതങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ക്ലിയർ ചെയ്യാനാണ് കേട്ടോ. നിങ്ങൾ സ്ക്രീന് പിടിക്കുമ്പോഴേ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം എന്നാണ് തോന്നുന്നത് അതിനനുസരിച്ച് പിടിക്കുക.
നമ്മളെ വീഡിയോ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ക്യൂബ് എന്തായാലും ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. ചില ആളുകൾക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, എല്ലാത്തിനും നടുക്ക് ഒരു തെറ്റെന്നുള്ള രൂപത്തിൽ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, 3 ഭാഗം വൈറ്റ്, ബ്ലൂ, യെല്ലോ. ഇപ്പോൾ ചിലർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഓറഞ്ച്, അല്ലാന്നെങ്കിൽ ഗ്രീൻ, അങ്ങനെ ഏതെങ്കിലും ഭാഗം ഫിനിഷ് ആയി. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ബ്ലൂ ഉണ്ടല്ലോ കൂടുതൽ ഫിനിഷ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്തിന് അതേ അൽക്കുരുത്തം തന്നെ വീണ്ടും ചെയ്യും. അപ്പോൾ അത് ഫിനിഷ് ആവുന്നതാണ്. അത് ഫിനിഷ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ മതി. ലാസ്റ്റാണത്. ആ ഒരു ഇത് ചെയ്തതിനോട് കൂടിയിട്ട് എന്തായാലും ഫിനിഷ് ആവും, ഒരു സംശയമില്ല, ഉറപ്പാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കമൻറ്റ് നയിക്കുക, നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ റിപ്ലൈ എന്തായാലും തരും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.